എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള 2 ജ്യൂസ് തയ്യാറാക്കി എടുത്താലോ. കഴിഞ്ഞ ദിവസം ഞാൻ റാഗി പൗഡർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു റാഗി പൗഡർ വെച്ച് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഹെൽത്തി ആയിട്ടും ഡയറ്റ് നോക്കുന്നവർക്കും ഒക്കെ കുടിക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള 2 ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ക്യാരറ്റ്, അതായത് ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 പേർക്കുള്ള ജ്യൂസാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. ക്യാരറ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാവുന്നതാണ്. ക്യാരറ്റ് ഒന്ന് വെന്ത് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 5ഓ 6ഓ ഈന്തപ്പഴം കുരു കളഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയും ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇവൻ ക്യാരറ്റും ഡേറ്റ്സും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം തയ്യാറാക്കി വെച്ചെന്ന് പറഞ്ഞിട്ടുള്ള ആ റാഗി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിനകത്ത് ഞാൻ ബദാം, കാഷ്യൂനട്ട്, അതുപോലെ തന്നെ കൊക്കോ പൗഡറൊക്കെ ഇട്ട് തയ്യാറാക്കിയ റാഗി ചോക്കോ മാൾട്ടാണ്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ. കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ഒരുപോലെ കഴിക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനും പറ്റിയ ഒരു റെസിപ്പി തന്നെയായിരുന്നു അത്. പാലിനകത്തും അതുപോലെ ഈ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാനും ഒക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പൗഡർ തന്നെയാണ് കേട്ടോ. ഇനിയും ആ ഒരു റാഗിയുടെ പൗഡർ 3 ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് വേണ്ടി ഈ ഒരു വിധത്തിലൊന്ന് കുറുക്കിയെടുക്കണേ. അത് കഴിഞ്ഞ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ആറാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ജ്യൂസ് തയ്യാറാക്കാൻ തുടങ്ങാവുന്നതാണ്. ഇപ്പോൾ ആ റാഗിയുടെ മിക്സൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്നി കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം, അല്ലെങ്കിൽ പാല് ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പം ഇതിലേക്ക് തിളപ്പിച്ചാറിയ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം ഞാൻ കുറച്ച് പാല് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാമേ. എന്നിട്ട് ഇതിനെ വേണമെങ്കിൽ നമുക്കൊന്ന് അരിച്ചെടുക്കാം, അല്ലെങ്കിൽ അരിക്കാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര, ഞാനിപ്പം ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പഞ്ചസാര വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലാതെ തന്നെ ഈന്തപ്പഴത്തിൻ്റെ ഒക്കെ മധുരമുണ്ട്. അത് കഴിഞ്ഞ് ബാക്കി പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ആദ്യത്തെ ജ്യൂസ് നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസ് തന്നെയാണ്. ഇതിലേക്ക് ഗ്ലാസ്സിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ബേസിൽ സീഡ് ചേർത്ത് കൊടുക്കണം. അതിനോടൊപ്പം തന്നെ ഐസ് ക്യൂബ് വേണമെങ്കിൽ ഐസ് ക്യൂബ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജ്യൂസും കൂടെ അതിലേക്ക് ഒഴിച്ചോളൂ. ഇനിയും ഇതിന് മുകളിൽ കുറച്ച് ബദാം നമുക്ക് മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ബദാം ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് കുടിക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ്. ഇനിയും രണ്ടാമത്തെ ഡ്രിങ്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് തിളപ്പിച്ചാറിയ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാഗി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ റാഗി പൗഡർ ചേർത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. 2 പേർക്കുള്ള ജ്യൂസാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ റാഗി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയും ഇതിലേക്ക് നമുക്ക് 2 കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. കുറച്ച് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2ഓ 3ഓ ടേബിൾ സ്പൂൺ മാത്രം തേങ്ങ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മുടെ മധുരത്തിന് എന്തുമാത്രം വേണോ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എന്നിട്ടൊന്ന് അരിച്ചെടുത്തോളൂ, കാരണം തേങ്ങയൊക്കെ ചേർത്തായതുകൊണ്ട് ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ രണ്ടാമത്തെ ഡ്രിങ്കും തയ്യാറായിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള രണ്ടാമത്തെ ഡ്രിങ്ക് തന്നെയാണ് ഇത്. ഗ്ലാസ്സിലേക്ക് ഞാൻ ആദ്യം തന്നെ ബേസിൽ സീഡ് കുതിർത്ത് വെച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഐസ് ക്യൂബ് മുമ്പേ പറഞ്ഞതുപോലെ ഐസ് ക്യൂബ് ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജ്യൂസും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തോളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള രണ്ടാമത്തെ ജ്യൂസും തയ്യാറായി. ഈ ഒരു ജ്യൂസിന് മുകളിലേക്കും നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ബദാം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമെങ്കിൽ നല്ലത് തന്നെയാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള രണ്ടാമത്തെ ജ്യൂസും തയ്യാറായിട്ടുണ്ട്. ഈ 2 ജ്യൂസുകളും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.